സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കർക്കിടകം 1 ജൂലൈ 16 മുതൽ ഈ നാളുകാർക്ക് കോടീശ്വര യോഗമുണ്ട്. ചില നക്ഷത്രക്കാർക്ക് നല്ല കാലം വരുന്നുണ്ട്. അതുപോലെ തന്നെ ജ്യോതിഷപ്രകാരം ഇക്കൂട്ടർക്ക് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വരുന്ന ഏറ്റവും മികച്ച സമയമാണ്. അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് എന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കർക്കിടകം രാശി, ഇതിൽ ആദ്യത്തെ രാശി കർക്കിടകം രാശിയാണ്. ഈ രാശിയിൽ പെടുന്ന പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം നാളുകാർ ഇതിൽ പെടുന്നു. ഇവരുടെ ധനസ്ഥാനത്താണ് വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളത്. ഇതുപോലെ കർമ്മസ്ഥാനത്തും. ഇതിനാൽ സമ്പത്തിലും ജോലിയും ഒക്കെ ഉയർച്ച ഉണ്ടാവുകയും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാവുകയും വൻ സമ്പത്ത് നിങ്ങളെ തേടി വരികയും ഇത് മുൻപ് ചെയ്ത പ്രവൃത്തി കാരണമോ ഇഷ്ടദാന രൂപത്തിലോ പൂർവിക സമ്പത്തായോ വന്നു ചേരാം. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം എന്നിവ ഇതിൽ പെടുന്നു. ഇവർക്ക് മിഥുനം കർക്കിടകം 1-ാം തീയതി മുതൽ, മിഥുനം അവസാനം കർക്കിടകം 1 മുതൽ പുതിയ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ ഏർപ്പെടാനും മുടങ്ങിക്കിടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനും തുടക്കത്തില് ധനം അല്പം ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് അഭിവൃദ്ധിപ്പെടുകയും വിദേശ വിനിമയ ധനമിടപാടുകൾ, ചിട്ടി, സ്റ്റോക്ക് മാർക്കറ്റ് വഴിയാവുകയൊക്കെ ഉന്നതിയിൽ എത്താനും പണം കൈകളിൽ എത്താനും വിദ്യാർത്ഥികൾക്ക് ഉന്നത സ്ഥാനമാനങ്ങളും സമ്മാനങ്ങളും ഒക്കെ ലഭിക്കാനും സ്ഥിര വരുമാനം കിട്ടിക്കൊണ്ടിരുന്നവർക്ക് ഇരട്ടിയിൽ അധികം ഗുണം ലഭിക്കുകയും ജോലി തേടുന്നവർക്ക് ആ ഭാഗ്യം ലഭിക്കുകയും ക്രയവിക്രയങ്ങൾ നടന്നു കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലകമാണ് വരാൻ പോകുന്നത്. മിഥുന അവസാന കർക്കിടകം 1-ാം തീയതി മുതൽ ഇവരുടെ ഒക്കെ രാശി തെളിയാൻ പോവുകയാണ്. അടുത്തത് ചിങ്ങമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകരം, പൂരം, ഉത്രം, കാൽഭാഗം എന്നിവ ഇതിൽ പെടുന്നു. ഇത്തരക്കാർക്ക് ആരോഗ്യം കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കുടുംബജീവിതത്തിലെ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാം. ഇക്കാര്യത്തിൽ കരുതൽ വേണം. സാമ്പത്തികമൊക്കെ മെച്ചപ്പെടുകയും ജോലി സ്ഥലത്ത് നല്ല സഹായം ലഭിക്കുകയും പ്രണയിക്കുന്നവർക്ക് നല്ലതാണ്. കുടുംബജീവിതത്തിൽ സമാധാനമൊക്കെ ലഭിക്കും. തുടങ്ങി വച്ച സംരംഭങ്ങളിൽ നിന്നും വരുമാനം, വിദേശയാത്ര, പരീക്ഷാ വിജയം എന്നിവ ഫലങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. പൊതുസമൂഹത്തിലെ മാന്യതയും സ്വീകാര്യതയൊക്കെ ലഭിക്കും. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്ര അരഭാഗം എന്നിവയ്ക്ക് ഇവർക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഏറെക്കുറെ അനുകൂലമാണ്. അനാവശ്യമായ ആദി ഉപേക്ഷിക്കുകയും എതിരാളികൾ കാരണം പ്രശ്നമുണ്ടാകുമെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ ശക്തി കാരണം ഇത് മറികടക്കുകയും സാമ്പത്തിക നേട്ടം കൈവരിക്കുകയൊക്കെ ചെയ്യും. പുതിയ ബന്ധങ്ങൾ വന്നു ചേരും. വിദേശത്ത് പഠിക്കാൻ യോഗം കാണുന്നു. ദാമ്പത്യത്തിലൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തത് വൃശ്ചികമാണ്. വൃശ്ചികം രാശി ഇതിൽപ്പെടുന്ന വിശാഖം, കാല, അനിഴം, തൃക്കേട്ടക്കാർക്ക് സന്തോഷവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും. കർമ്മമേഖല കാരണം ധനം ലഭിക്കുകയും ദാമ്പത്യ ബന്ധം ശക്തിയായി മുമ്പോട്ട് പോവുകയും പ്രണയിക്കുന്നവർക്ക് ഇത് വിവാഹത്തിൽ എത്താൻ യോഗം കാണുന്നു. പങ്കാളികൾക്കിടയിൽ ആകർഷണം വർദ്ധിക്കും. ബന്ധുക്കളെയോ കൂടി ജോലി ചെയ്യുന്നവരെയോ സഹായിക്കാൻ സാധിക്കും. ഹ്രസ്വദൂര യാത്രകളൊക്കെ നടത്താൻ യോഗമുണ്ട്. കച്ചവടം, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ ജോലി ചെയ്യുന്നവർക്ക് വൻ സാമ്പത്തിക നേട്ടം കൈവരും. അടുത്തത് മകരം രാശിയാണ്. ഉത്രാടം, മുക്കാല, തിരുവോണം, ഔട്ടമര. ഇവർക്ക് ജോലിയിൽ വിചാരിച്ച ഉയർച്ചയും ഫലവും ഒക്കെ ലഭിക്കും. കുടുംബത്തിൽ ആ സമാധാനം ഉണ്ടാകും. ക്രയവിക്രയങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് അത് ശരിയാകും. ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്ന അപാകതകളൊക്കെ പരിഹരിച്ച് പുതിയ പ്രൊജക്ടുകളൊക്കെ സഹപ്രവർത്തകർക്കൊപ്പം ആരംഭിക്കും. അടുത്ത കുംഭമാണ്. കുംഭൻ രാശിയിൽ പെടുന്ന അവിട്ടമര, ചതയം, പോരുട്ടാതി, മുക്കാൽ നക്ഷത്രജാതരാണ്. ഇവർക്ക് കർമ്മമേഖലയിൽ തടസ്സങ്ങൾ മാറി ഉയർച്ച കൈവരുന്നതായി പറയുന്നു. ഭാഗ്യം മാറി മറിയുകയും നല്ല പുരോഗതി നേടാൻ സാധിക്കുകയും സാമ്പത്തികമായി ആരോഗ്യപരമായും ഗുണമുണ്ടാകുകയും മുൻകാലങ്ങളിൽ ചില തീരുമാനങ്ങളിൽ കുടുംബക്കാരുടെ പിന്തുണ ലഭിക്കുകയും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ ലഭിക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് മികച്ച ഫലം ലഭിക്കുകയും ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും സാമ്പത്തികമൊക്കെ മെച്ചപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. അടുത്തത് മീനം രാശിക്കാരാണ്. ഇതിൽപ്പെടുന്ന പൂരുട്ടാതികാല, ഉത്രട്ടാതി, രേവതിക്കാരാണ്. ഇവർക്ക് ദാമ്പത്യം അത്ര നല്ലതാകില്ല. ചൊവ്വ, ശനി ദൃഷ്ടി കാരണമാണ് ഇത്. പങ്കാളിയുമായി സ്വരച്ചേർച്ചക്കുറവുണ്ടാകും. എന്നാൽ ഇത് ഇവരുടെ എല്ലാവിധ അഭിവൃദ്ധികൾക്കും കാരണമാവുകയും ഷെയർ മാർക്കറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല ഒരു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇവർക്ക് സമ്പത്ത് ഇവരെ തേടിയെത്തുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ജോലിയിലൊക്കെ ഉയർച്ചയൊക്കെ ഉണ്ടാവും. അപ്പോൾ കോടി
കോടീശ്വര യോഗം പറയുന്ന 3 നക്ഷത്രക്കാരുണ്ട് ഇതില്. ഇത് മൂലം, പൂരാടം, ഉത്രാടം എന്നിവയാണ്. ഇവർക്ക് സാമ്പത്തികമായി ഏറെ ഉയർച്ച പറയുന്നു. ക്ഷേത്ര ദർശനം നടത്തുന്നവർ നവഗ്രഹ ക്ഷേത്ര ദർശനം കൂടി നടത്തുന്നത് നല്ലതാണ്. ഇത് ദോഷഫലങ്ങൾ തീർക്കാൻ സഹായിക്കുന്നു. ഗ്രഹദോഷങ്ങൾ മാറുന്നത് തടസ്സങ്ങൾക്ക് പരിഹാരമാണ്. അപ്പോൾ കർക്കിടകം 1 മുതൽ കോടീശ്വര യോഗം വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.